കാളിദാസ് എന്തായാലും ഈ പറഞ്ഞതുപോലെ പല അവാർഡുകളും പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള അവാർഡുകളായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിലവിൽ പുരസ്കാരം നേടിയിട്ടുള്ള സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിലൊരു സ്വാധീനം സൃഷ്ടിച്ച, അതായത് മലയാള സിനിമയിൽ മാത്രമല്ല ആഗോള സിനിമയിൽ തന്നെ വലിയ സ്വാധീനം സൃഷ്ടിച്ച ചലച്ചിത്രങ്ങളാണ് ഈ ഒരു പുരസ്കാരത്തിൽ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ചിത്രങ്ങളും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രതീക്ഷ അതേപോലെ തന്നെ വന്നു എന്ന് പറയാനുള്ള ഒരു കാരണം. മഞ്ഞുമ്മൽ ബോയ്സ്, അതുപോലെ തന്നെ ഭ്രമയുഗം, കിഷ്കിന്ധാകാന്ഡം മുതലായ അവസാന ഘട്ടത്തിലെത്തിയ കൊമേഴ്ഷ്യൽ പടങ്ങളായാലും ഫെമിനിച്ചി ഫാത്തിമ പോലുള്ള കലാപരമായിട്ടുള്ള ആർട്ട് പടങ്ങളായാലും ഈ എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസയും അതോടൊപ്പം തന്നെ നിരൂപക പ്രശംസയും ഒരേ തരത്തിൽ പിടിച്ചു വാങ്ങിയ ചിത്രങ്ങളായിരുന്നു. 200 കോടി ക്ലബ്ബുകളിൽ കയറി മഞ്ഞുമ്മൽ ബോയ്സ് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ഏതാണ്ട് 2024 ആദ്യ പകുതി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മികച്ച ഒന്നായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചിത്രങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവാർഡുകളും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനേക്കാളും സന്തോഷമുള്ള ഒരു കാര്യം. ഓണത്തിന് മുൻപ് തന്നെ ഈ ഒരു 2024 ആദ്യ പകുതിയിൽ ഇറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം, സൂക്ഷ്മദർശിനി, അതുപോലെ തന്നെ ARM, കിഷ്കിന്ധാകാന്ഡം, ഇത്തരത്തിൽ ഈ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവയുടെ കലാമൂല്യം, അതുപോലെ തന്നെ സാങ്കേതിക മികവ്, അവയുടെ തിരക്കഥയുടെ മൂല്യം, ഇവയെല്ലാം കൊണ്ടും തന്നെ ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം ഏറെക്കുറെ നിയമകുരുക്കുകളിലെല്ലാം പെട്ട് കിടക്കുകയായിരുന്നു എങ്കിൽ പോലും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം നിരവധി അവാർഡുകളാണ് ഇത്തവണ വാരിക്കൂട്ടിയത് എന്നുള്ളതാണ്. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിദംബരത്തിന് 2 കാറ്റഗറികളിലും പുരസ്കാരം കരസ്ഥമാക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സിലെ അഭിനയത്തിന് സൗബിൻ സാഹിറിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഗാനരചയിതാവായി വേടൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ മഞ്ഞുമ്മൽ ബോയ്സിലെ ഗാനങ്ങളും അന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് തുടങ്ങുന്ന വരികൾ, ആ വരികൾ കേരളം ആകെ തന്നെ ഏറ്റെടുത്തതാണ്. അത്തരത്തിൽ മഞ്ഞുമ്മൽ ബോയ്സിലെ ഗാനത്തിന്, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന് ലഭിച്ചു. അതുപോലെ തന്നെ മികച്ച കലാ സംവിധായകനുള്ള പുരസ്കാരം അജയൻ ചാലിശ്ശേരിക്ക് ലഭിച്ചു. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകരടക്കമുള്ളവർ സിനിമയുടെ സാങ്കേതിക വശങ്ങളിലേക്ക് ചികഞ്ഞു നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി എങ്കിലും കലാ സംവിധാനം പോലുള്ള സിനിമയുടെ മേഖലകളിലേക്ക് പലപ്പോഴും പ്രേക്ഷകർ നോക്കാറില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കലാ സംവിധാനം അതുപോലെ തന്നെ അത്തരത്തിലുള്ള മേഖലകളിലുള്ളവരെ പലർക്കും അറിയാറില്ല. എന്നാൽ ഇക്കുറി അത് തിരുത്തി എഴുതിയ ഒരു ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്നത്. മഞ്ഞുമ്മൽ ബോയ്സിലെ ആ ഗുണ കേവ്സ്, ഈ അപകടം നടക്കുന്ന വളരെ പ്രശസ്തമായ കൊടൈക്കനാലിലെ ഗുണ കേവ്സ് എന്ന് പറയുന്ന ആ ഗുഹകൾ അതേ സാങ്കേതിക തികവോടെ പുനർനിർമ്മിച്ച അജയൻ ചാലിശ്ശേരിയുടെ കലാവൈഭവം അന്ന് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നായികയെയും നായകനെയും, കൂടിപ്പോയാൽ സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും, അതിനും അപ്പുറത്തേക്കുള്ള എഡിറ്റർ, അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ആരാണ്, സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുവരെ അന്വേഷിക്കുന്ന ഒരു സാങ്കേതികത്വത്തിലേക്ക് മലയാളി മാറിയപ്പോഴും കലാ സംവിധാനം, അതുപോലെ തന്നെ സംഘട്ടനം, ഇവയെല്ലാം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖലകളായി നിൽക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വന്നത് ഈ ഇത്തരത്തിലുള്ള ARM പോലുള്ള, അല്ലെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുണ കേവ്സ് പോലുള്ള നിർമ്മിതികളുടെ കൂടി ഭാഗമായിട്ടാണ്. അതിലെന്തായാലും ഇപ്പോൾ ആ ഗുണ കേവ്സ് അതുപോലെ നിർമ്മിച്ച അജയൻ ചാലിശ്ശേരിക്ക് മികച്ച കലാ സംവിധാനത്തിനുള്ള പുരസ്കാരവും മഞ്ഞുമ്മൽ ബോയ്സിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ ഒരു രീതിയിലുള്ള പുരസ്കാര നേട്ടം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒന്ന്, ഫെമിനിച്ചി ഫാത്തിമ എന്ന കുഞ്ഞു സിനിമയുടെ വലിയ വിജയത്തിൻ്റെ കഥയാണ്. ആദ്യമായി IFFK വേദികളിൽ ഫെമിനിച്ചി ഫാത്തിമ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഈ ഒരു ചിത്രത്തിന് ലഭിച്ചത്. IFFK വേദിയിൽ നമ്മളെല്ലാവരും പലരും ആ പടം കണ്ടിറങ്ങിയതാണ്. ഒരുപക്ഷെ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ, എന്നാൽ സരസമായി നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ടൊരു വലിയ സാമൂഹിക സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കുഞ്ഞു ചിത്രമായിരുന്നു ഫെമിനിച്ചി ഫാത്തിമ. അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ വലിയ രീതിയിൽ ബിഗ് സ്ക്രീനിൽ അഭിനയിച്ച് പരിചയമില്ലാത്തവരാണ്. എന്നാൽ അതിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ അനായാസമായാണ് ആ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ അഭിനയത്തിന് ഷംല ഹംസ എന്ന തുടക്കക്കാരിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഷംല ഹംസ, അതുപോലെ തന്നെ ഫാസിൽ മുഹമ്മദ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം
പുരസ്കാരവും ഈ ഫെമിനിച്ചി ഫാത്തിമയിലൂടെ കരസ്ഥമാക്കി. പൊന്നാനി എന്നുള്ള തീരദേശത്തിൻ്റെ ഒരു വീട്ടമ്മയുടെ കഥ പറയുന്ന വളരെ സരസമായി കൊണ്ടുപോകുന്ന ആ സിനിമയുടെ തന്മയത്വത്തിനാണ് ഫാസിൽ മുഹമ്മദും അതുപോലെ തന്നെ ഷംല ഹംസയും അവാർഡിന് അർഹമായത്. ഇത്തരത്തിൽ ഈ ഫെമിനിച്ചി ഫാത്തിമ സിനിമാ പുരസ്കാര വേദികൾ അല്ലെങ്കിൽ സിനിമാ മേളകളിലാണ് കൂടുതലായും പ്രദർശിപ്പിക്കപ്പെട്ടത്. ഈ 2025 ഫെമിനിച്ചി ഫാത്തിമ തിയേറ്ററുകളിലെത്തിയത്. വളരെ അടുത്താണ് ഫെമിനിച്ചി ഫാത്തിമ റിലീസായത്. ഇത്തരത്തിൽ ഫെമിനിച്ചി ഫാത്തിമ പോലൊരു കലാമൂല്യമുള്ള പടം, ആർട്ട് പടം എന്ന് നമ്മൾ പൊതുവെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അവാർഡ് പടം എന്ന് പൊതുവെ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു പടമാണ്. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ള പല ചോദ്യങ്ങളെയും മാറ്റിക്കൊണ്ട് ഫെമിനിച്ചി ഫാത്തിമ തിയേറ്ററുകളിലും ആളുകളിൽ നിന്ന് വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയ്ക്കും ഇത്തരത്തിൽ 2 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരത്തിലേക്ക് നമുക്ക് വരാം. അത് മറ്റൊന്നുമല്ല, ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി തന്നെയാണ്. അദ്ദേഹത്തിന് ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഒരു ഹൊറർ ചിത്രമായിരുന്നു ഭ്രമയുഗം. ഭ്രമയുഗത്തിൽ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പുരസ്കാരം പ്രഖ്യാപിക്കുന്ന വേളയിൽ മന്ത്രി സജി ചെറിയാൻ ആ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അതിനെ സാധൂകരിക്കുന്നത്. ചാത്തനായും കൊടുമൺ പോറ്റിയായും ഒരേ ശരീരത്തിൽ ആ ഭാവാഭിനയം അല്ലെങ്കിൽ ആ ഒരേ ശരീരത്തിൽ 2 കഥാപാത്രങ്ങളെ, 2 വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെ ആവേശിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനാണ് ഈ പുരസ്കാരം എന്നാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറയുകയുണ്ടായത്. ഭ്രമയുഗത്തിൽ ഒരു നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. അപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ ഈ ഭാവാഭിനയങ്ങൾ എത്രമാത്രം പ്രതിഫലിക്കുമെന്നുള്ള ആ സംശയങ്ങളെയെല്ലാം ദൂരീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു അഭിനയം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വേഴ്സറ്റാലിറ്റി അല്ലെങ്കിൽ പല കഥാപാത്രങ്ങളെ, പല തലത്തിൽ നിൽക്കുന്ന, പല സ്വഭാവങ്ങളുള്ള, പല രൂപങ്ങളുള്ള കഥാപാത്രങ്ങളെ അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, വേഴ്സറ്റാലിറ്റി എന്ന ആ കഴിവ് അദ്ദേഹത്തിന് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒരേ സമയം തന്നെ കൊടുമൺ പോറ്റി എന്ന സാത്വികനായും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആവേശിച്ചിട്ടുള്ള ചാത്തനായും പരസ്പരം മാറാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭാവാഭിനയത്തിനാണ് ഈ ഒരു അവാർഡിന് അർഹമായിരിക്കുന്നത്. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അത് എന്നുള്ളതാണ്. മമ്മൂക്കയ്ക്ക് തന്നെ ആയിരിക്കും അവാർഡ് എന്നുള്ള പ്രതീക്ഷകൾ പലരും ഈ അവാർഡ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു, ഏറെക്കുറെ ഉറപ്പിച്ചതുമാണ്. എങ്കിലും അവസാന ഘട്ടത്തിൽ കിഷ്കിന്ധാകാന്ഡം, അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡത്തിൽ അഭിനയത്തിന് ആസിഫ് അലി അടക്കമുള്ളവർ കടുത്ത പോരാട്ടം ഉയർത്തിയിരുന്നു. എങ്കിലും ആ ഒരു തന്മയത്വത്തോടെയുള്ള അഭിനയം അത് പകരം വയ്ക്കാനില്ലാത്തത് തന്നെയാണ് എന്നുകൂടിയാണ് അദ്ദേഹം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് എടുത്തു പറയേണ്ട അവാർഡുകൾ ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം എന്നുള്ളതാണ്. ARM എന്ന ചിത്രത്തിൽ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടൊവിനോ തോമസ്, അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം, ലെവൽ ക്രോസ് മുതലായ സിനിമകളിൽ അഭിനയത്തിന് ആസിഫ് അലി എന്നിവർക്കാണ് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ഈ നടിമാരുടെ കാറ്റഗറിയിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത് ദർശന രാജേന്ദ്രനും ജ്യോതിർമയിക്കുമാണ്. പാരഡൈസ് എന്ന ചിത്രത്തിൽ ശ്രീലങ്കയിലെത്തുന്ന ദമ്പതികളുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു പാരഡൈസ്. അതിൽ ദാമ്പത്യത്തിലെ അരാഷ്ട്രീയകതകളെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ദാമ്പത്യത്തിൽ നിലനിൽക്കുന്ന അരാഷ്ട്രീയതയെ വ്യക്തമായി പ്രതിഫലിപ്പിച്ചതിനാണ് ദർശന രാജേന്ദ്രൻ അവാർഡിന് അർഹയായിരിക്കുന്നത്. അതേസമയം ബൊഗെയിൻവില്ല എന്ന സിനിമയിൽ ഓർമ്മയ്ക്കും മറവിക്കും ഇടയിലുള്ള ഒരു ജീവിതത്തെ പ്രതിഫലിപ്പിച്ചതിനാണ് ജ്യോതിർമയി പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹയായിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച സ്വഭാവ നടനായി സൗബിൻ സാഹിർ, മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിന് സൗബിൻ സാഹിറിനെയും, അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഭ്രമയുഗത്തിൽ കൊടുമൺ പോറ്റിയുടെ മനയിൽ ഒരു വേലക്കാരനായി എത്തുകയും അവിടെ പെട്ടുപോവുകയും ചെയ്യുന്ന സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രത്തിൻ്റെ ആ അഭിനയത്തിന് സിദ്ധാർത്ഥ് ഭരതനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഭാവ നടിയായി ലിജോ മോളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന് മറ്റൊരു പുരസ്കാരം കൂടി ഉണ്ട്, അത് വിട്ടുപോയതാണ്. ഛായാഗ്രാഹകനായി ഷൈജു ഖാലിദാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഛായാഗ്രാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കലാസംവിധായകൻ
അതുപോലെ തന്നെ ARM അജയൻ്റെ രണ്ടാം മോഷണം എന്ന ടൊവിനോ തോമസിൻ്റെ ചിത്രത്തിനാണ് മികച്ച വിഷ്വൽ ഇഫക്ട്സിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വസ്ത്രാലങ്കാരത്തിന് സമീറ സനീഷും അർഹയായിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച സംഗീത സംവിധായകനായി സുഷിൻ ശ്യാം വളരെയധികം കേരളത്തിൽ മാത്രമല്ല വളരെയധികം ട്രെൻഡായി മാറിയ ഒരു സംഗീത സംവിധായകനാണ്. മഞ്ഞുമൽ ബോയ്സിലെ തന്നെ ഇത്തരത്തിൽ കുതന്ത്രം എന്ന് പറയുന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയതാണ്. അതുപോലെ തന്നെ മികച്ച പിന്നണി ഗായികയായി സെബ ടോമിയും മികച്ച പിന്നണി ഗായകനായി KS ഹരിശങ്കറും ഈ ഒരു പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ഗാനരചയിതാവ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് വേടൻ. അതുപോലെ തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒന്ന് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പിന്നണി ഗായിക കൂടിയായിട്ടുള്ള സയനോര ഫിലിപ്പാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകളെ സാധൂകരിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. പലരും മമ്മൂട്ടിക്ക് ഈ ഒരു അവാർഡ് ആഗ്രഹിച്ചിരുന്നതാണ്. പ്രത്യേകിച്ചും ദേശീയ പുരസ്കാരം നൽകുന്ന വേളയിലൊക്കെ ഇത്തരത്തിൽ തഴഞ്ഞതിനെ കുറിച്ചടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഏറെ ചിത്രങ്ങൾ ഇറങ്ങിയ ആദ്യ പകുതിയായിരുന്നു 2024 അതിൽ തന്നെ ആദ്യം ഒരുപക്ഷെ ഈ ഒരു ആരംഭിച്ചത് പ്രേമലു വളരെയധികം ഒരു ഹിറ്റായതോടുകൂടിയാണ് പ്രേമലു മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീഷ് പോത്തൻ, ഗിരീഷ് ഷേഡി, ഫഹദ് ഫാസിൽ എന്നിവരുടെ നിർമ്മാണത്തിൽ ഒരുങ്ങിയ ഒരു ചിത്രമായിരുന്നു പ്രേമലു എന്ന് പറയുന്നത്. തീർത്തും തുടക്കക്കാരായ ഒരു കൂട്ടം കുട്ടികളെ വെച്ചെടുത്ത ഒരു പടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ വലിയ രീതിയിൽ ചെറുപ്പക്കാരെയും അതേസമയം കുടുംബ പ്രേക്ഷകരെയും ഒരേപോലെ ആകർഷിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു പ്രേമലുവാണ് മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ആദ്യ പകുതിയിൽ ഇറങ്ങിയ മികച്ച കലാമൂല്യമുള്ള എല്ലാ സിനിമകൾക്കും ഈ ഒരു അവാർഡ് നേട്ടത്തിൽ ഒരേപോലെ സന്തോഷിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് കാളിദാസ്. ശരി, അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ചിത്രങ്ങൾക്കൊക്കെ പ്രതീക്ഷിച്ച താരങ്ങൾക്കൊക്കെ അവാർഡ് ലഭിച്ചു എന്നുള്ളതും കൂടിയാണ് ഏറെ സന്തോഷകരമായ ഒരു കാര്യമെന്നുള്ളത്. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ ഷംല ഹംസയാണ് മികച്ച നടി. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സാണ് നേടിയത്. സംവിധാനത്തിനും തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരം നേടിയൊരു പ്രേക്ഷകൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമല സ്വർണം തൂക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ പുരസ്കാരം തൂക്കിയത് കൊടുമൺ പോറ്റി എന്നുള്ളതാണ്. തമാശ രൂപേണയുള്ള ഒരു പ്രതികരണമാണ്. എന്തായാലും ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. ഇത് മൂന്നാമത്തെ ഹാട്രിക് വിജയമാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച്. നൻപകൽ നേരത്ത് മയക്കത്തിനും കാതലിനുമൊക്കെ തന്നെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കായിരുന്നു. അതുതന്നെയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചും മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ ഇരട്ടി മധുരമാകുന്ന ഒരു പുരസ്കാര തിളക്കം കൂടിയാണ്. ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് അവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനിയൊരു അംഗത്തിന് ബാല്യവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ളൊരു വിജയത്തിളക്കമാണ് മമ്മൂട്ടിക്ക് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് തന്നെ. ഏതായാലും മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരത്തിനും മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനും ഒക്കെ തന്നെ ഇത് ഒരു അപൂർവ വലിയൊരു നേട്ടം തന്നെയാണെന്ന് തന്നെ പറയാം. പ്രത്യേക പരാമർശം ലഭിച്ച ടൊവിനോയ്ക്കും ആസിഫ് അലിക്കും ദർശന രാജേന്ദ്രനും ജ്യോതിർമയ്ക്കും ഒക്കെ തന്നെ അഭിനന്ദനങ്ങൾ കേരള വിഷൻ ന്യൂസിൻ്റെ എന്നുള്ളതാണ്. മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലവും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ന്യൂജൻ പ്രേക്ഷകരിലും കൂടി ഈ ഒരു പുരസ്കാര നേട്ടങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയാണ്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടുതൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ARMൻ്റെ അഭിനയത്തിന് ടൊവിനോയെ ഒഴിവാക്കി